ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് രാത്രി നമ്മൾ ഹെൽത്തി മിക്സ്ഡ് സ്പ്രൗട്ട്സ് ആണ്. അതാ ഇന്ന് കൊടുക്കും. ചില ദിവസം നമ്മൾ ഇതാണ് കഴിക്കുക രാത്രി. ഇത് ചെറുപയർ മുളപ്പിച്ചത്, ഇത് മിക്സ്ഡ് ചെറുപയറും വൻപയർ മറ്റേ പയർ എല്ലാം കൂടി മുളപ്പിച്ചത് മിക്സ്ഡ് സ്പ്രൗട്ട്സാണ്. ഇത് ചെറുപയർ. ഇത് 175 ഗ്രാം ഇതും 175 ഗ്രാം ഇതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇന്ന് രാത്രിത്തെ നമ്മളെ ഭക്ഷണം ഇതാണ് ഹെൽത്തി ഫുഡ്. സവാള 10 ചെറിയുള്ളി, 10 വെള്ളുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കരിവേപ്പില. ഇതെല്ലാം മുറിച്ചെടുക്കാൻ എനിക്കൊരു മടിയുണ്ട്, അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് നട്ട് തിരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇനി തേങ്ങയും കൂടി ഉണ്ട്. ഒരു മുറി തേങ്ങയും കൂടി ഇല്ല, ഇത് ഒരു മുറി തേങ്ങേൻ്റെ പകുതിൻ്റെ കാട്ടും കുറച്ചധികം, അത് ഇതിൻ്റെ കൂടി അങ്ങ് ഇടും. പിന്നെ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. കത്തി ഒന്ന് തിരിച്ചാൽ മതി, അപ്പം നമ്മളെ ഭാഗത്തിനാവും. ഇതെല്ലാം മുറിക്കാൻ നമുക്ക് തിരക്കുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇഞ്ചിയെല്ലാം എല്ലാത്തിലും നല്ലോണം ഇട്ടാൽ കാലിൻ്റെ മുട്ടിൻ്റെ വേദന എല്ലാം പോകും. നെർവ്സിന് വളരെ നല്ല സാധനമാണ് ഇഞ്ചി, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചേർത്തിട്ടാണ്. വെള്ളമൊന്നും വേണ്ട, വെറുതെ ഒന്ന് തിരിച്ചാൽ മതി. നോക്കട്ടെ, കുറച്ചും കൊടുക്കണം. ഇത് മതി. ഇതെല്ലാം ഈ തേങ്ങയിലേക്കും സ്പ്രൗട്ട്സിലേക്കും ഇട്ട് പരക്കി വെക്കണം. ഉപ്പിട്ടിട്ട്, ഉപ്പ് ആവശ്യമുള്ളവർ കുറച്ചിട്ട് എടുത്തോട്ടോ. ഇങ്ങനെയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ തോന്നും. എന്നുവെച്ചാൽ ഈ ടേസ്റ്റെല്ലാം വരുമല്ലോ. മറ്റേത് പുഴുങ്ങിയിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എല്ലാ ദിവസവും കഴിക്കാൻ മടിയായിരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് മാറ്റി മാറ്റി കൊടുത്താൽ കഴിച്ചോളും. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നു. ഹാഫ് ബോയിൽഡ് ആയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി, അത്രയല്ലേ കഴിക്കുക. ഇത് പച്ചക്കം തിന്നുന്ന ആൾക്കാരുണ്ട്, ഞാനൊന്ന് ചൂടാക്കിയിട്ട് തരുന്നു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടില്ല. കുരുമുളക്, പെപ്പർ എല്ലാത്തിനും നല്ലത്. മറ്റ് പെപ്പറും ഗ്രീൻ ചില്ലിയും വളരെ നല്ലതാണ്. കാന്താരി ആണെങ്കിൽ വിശേഷം. ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കൂടുതലാണ്. 175 + 175 ഇത്രയും ഇല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ ചീനച്ചട്ടിയിലേക്കിട്ട് വേവിക്കാൻ പോകും. ഇപ്പം ഇതിൽ വെള്ളമൊന്നുമില്ല, കുറച്ച് തിളക്കാനുള്ള വെള്ളം മാത്രം ഇട്ടാൽ കണ്ടല്ലോ. വളരെ വിശേഷപ്പെട്ട സാധനമാണ്. കുറച്ചിത് കഴുകിയ വെള്ളം ഒഴിക്കട്ടെ, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ അതിൽ ഒഴിക്കാവൂ. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പകുതി വെന്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. വേവാണ്ടും പച്ചയായിട്ടും കഴിക്കാം, പക്ഷെ ഇങ്ങനെ കൊടുത്താൽ ചില ആൾക്കാർക്ക് ഭയങ്കര ചേരുമ്പോൾ തുറന്ന് വെച്ച് വേവിക്കണം. ഇപ്പം നമ്മൾ വെച്ച് ഒടിയാൻ പാടില്ല, ഇതിൻ്റെ മുളയെല്ലാം ഉണ്ടാവണം. അത്രയും ആവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. വെന്തിട്ടില്ലാന്നൊന്നും വിചാരിച്ചിട്ട് ഇത് പേടിക്കണ്ട, വെന്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഹാഫ് ബോയിലാണ്, ഇത്രയും ആക്കേണ്ട ആവശ്യമില്ല. ഓയിൽ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അതും ഇടും. കുറച്ച് വെളിച്ചെണ്ണ മേലെ നനച്ചാൽ മതി. ഞാൻ വെളിച്ചെണ്ണ നനക്കും കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഇത് ഡിഷിലേക്ക് ആക്കി വെച്ചോളാം. ഇത് നമ്മളെ ഇന്നത്തെ രാത്രിത്തെ ഡിന്നറാണ്.
ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ കമൻസ് അയക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.